പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 43-ാം ദിവസം. ഹഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 2-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. എങ്കിലും സെറുബ്ബാബേൽ, ധൈര്യമായിരിക്കുക. യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷ്വ, ധൈര്യമായിരിക്കുക. ദേശവാസികളെ, ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. വെള്ളി എന്റേതാണ്, സ്വർണവും എന്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഹഗായി പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ആലയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ ആണ് എന്ന് പുതിയ നിയമഗ്രന്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ആലയം നമ്മുടെ ശരീരം തന്നെയാണ്. ദൈവാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് പൗലോസ്ലീഹ വഴി ദൈവം ചോദിക്കുന്നു. ആ ആലയത്തെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഹഗായി പ്രവാചകൻ വിരൽ ചൂണ്ടുന്നത്. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവ ആലയം. ദൈവത്തിന്റെ മഹത്വം പ്രകടമാകുന്ന സ്ഥലമാണത്. യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം 6-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ യേശയ്യാ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ യേശയ്യാ അലറി നിലവിളിക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവമേ, അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ നിൽക്കുന്നവനുമാണ് ഞാൻ എന്ന് യേശയ്യാ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ട്. എന്തെന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ആ ദേവാലയത്തിൽ ആകെ ഒഴുകി പരന്നു കിടക്കുന്നത് യേശയ്യാ കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം ദൈവ ആലയങ്ങളാണ്. അതിൻ്റെ പരമോന്നത അഭിഷേകമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെ എന്ന്. ദൈവം പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആലയത്തിന്റെ മഹത്വം,
സൃഷ്ടിയുടെ കർമ്മത്തിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ആലയത്തിന്റെ മഹത്വം നിലനിർത്തണമെങ്കിൽ വിശുദ്ധിയുടെ അഭിഷേകം നമ്മളിൽ നിറയണമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ഈ ആലയത്തെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് അവിടുത്തെ സ്നേഹസാന്ത്വനം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാനാവുക. കർത്താവിൻ്റെ കരുണ അനുഭവിക്കണമെങ്കിൽ അവൻ്റെ പിതാവും പുത്രനും വെളിപാടുകൾ അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധമായിരിക്കണം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആലയമാക്കി എൻ്റെ ശരീരത്തെ ഉയർത്തണമേ. അങ്ങയുടെ മഹത്വം എൻ്റെ ശരീരത്തിൽ അങ്ങ് പ്രകടമാക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, എൻ്റെ ശരീരത്തെ ഒരു ബലിയായി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് വസിക്കുന്ന ആലയമായി എന്നെ ഇണക്കണമേ. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രേരണകൾ എന്നെ തകർക്കാൻ ഒരിക്കലും ഇടയാക്കരുത്. എൻ്റെ ശരീരത്തിൽ അങ്ങേ മഹത്വപ്പെടുത്താൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.